ഈ കുട്ടി അധികം ആളൊന്നും ഇല്ലാത്തൊരു ബസ്സിലാണ് ഇരിക്കുന്നത്. ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അവള് മാക്സിമം അവള് അപ്പൊ തന്നെ പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്ന അവളുടെ മനസ്സുകൊണ്ട് അവൾ ഒരു 100 തവണ പ്രതികരിച്ചു കാണും. ആ സിറ്റുവേഷനെ നോട്ടം കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ടാവാം. ഇതേ സാധനം തന്നെയല്ലേ ഇവൾ ഈ തെളിവ് എടുത്തു വെച്ചില്ലായിരുന്നല്ലോ ഉണ്ടാവുക. അപ്പൊ ഇവളുടെ തൊടയിൽ കൈവച്ചു. അപ്പൊ ഇവൾ എടുക്കാണ്. ഇനി അടുത്ത മൊമെന്റ് എത്ര പോയാലും ഉള്ളിലേക്കൊന്നും പോവില്ല എന്ന് അവൾ ഉറപ്പിക്കും. ഗൗരി കൃഷ്ണനോട് കൂടിയല്ല ഇത് ചോദിക്കുന്നത്. എന്റെ കാര്യം എന്നോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് കൂടിയല്ലേ ചോദിക്കണ്ടേ. അത് നന്നായിട്ട് തമിഴ് പറയുന്ന ഒരു കുട്ടിയോട് പറയാണ് നിനക്ക് ലാംഗ്വേജ് മനസ്സിലാവില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ ഹീറോയോട് ചോദിക്കുന്നത്. വേടന്റെ പാട്ടിന്റെ കാര്യത്തിലോ ലിറിക്സിന്റെ കാര്യത്തിലോ ഒരു കോംപ്രമൈസും, അതായത് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ കേസ് വന്നിരിക്കുന്നത് അത് അവള് 3 വർഷം കൂടെ കിടന്നിട്ട് ആളിലെ പറഞ്ഞത്. 3 വർഷം കൂടെ കിടന്നിട്ട് ഒരാളെ പീഡിപ്പിച്ചിട്ട് പോയെന്നല്ല ആള് പോയി ഇത് കൊടുത്തിരിക്കുന്നത്, കേസ് കൊടുത്തിരിക്കുന്നത്. മാനിപ്പുലേറ്റഡ് സെക്സ് എന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത്. മാനിപ്പുലേറ്റഡ് സെക്സ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് സെക്സ് അവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ആ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കില്ല, ഐ എം സോറി. ഒരാള് പീരീഡ്സ് ആയിട്ട് കിടക്കുന്നു, അയാളുടെ ബെഡിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീനെയാണ് ഓർത്തത്. ഇപ്പം വേറെ സ്ഥലത്തൊക്കെ ബിഗ് ബോസ് എല്ലായിടത്തും ഉണ്ട്. അവരൊക്കെ ലിബറൽ ആയാലും മലയാളി ഇന്നു മുതലാണ് ലിബറലായ. ഒരു സാരിയുടെ തലപ്പ് മാറിക്കിടന്ന പ്രശ്നമുള്ള മലയാളിക്ക് ഇങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും ഒരു പ്രശ്നമേ അല്ലാതായി ബിഗ് ബോസ് ഹൗസിലാവുമ്പോൾ. അതായത് നമ്മളെ വെച്ചിട്ട് ബിഗ് ബോസ് കാശ് ഉണ്ടാക്കാണ്. സ്വാഭാവികമായിട്ട് ഒരു പ്രോഗ്രാം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളെ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് സൈക്കോളജിക്കലി ഇല്ലാക്കിക്കൊണ്ട് ഏൺ ചെയ്യുന്ന ഒരേ ഒരു പ്രോഗ്രാം ബിഗ് ബോസ് ആയിരിക്കും.